നിങ്ങൾ മോക്ഷത്തിൻ്റെ പാതയിലാണോ? അതായത് മോക്ഷം എന്ന് പറയുമ്പോൾ ഈശ്വരനിലേക്ക് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ആ ഒരവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ചുറ്റിലുമുള്ള ഭൗതിക സാഹചര്യങ്ങളൊക്കെയും മാറി മറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ആ ഒരു ഭൗതിക സാഹചര്യങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞിട്ടുണ്ടായിരിക്കണം. അത്തരത്തിൽ ദൈവം നമ്മളെ വഴി നടത്തിയിട്ടുണ്ടായിരിക്കണം. ചുറ്റിലുമുള്ള ബന്ധങ്ങളിൽ നമ്മുടെ ചുറ്റിലുമുള്ള പണം, പദവി, ജോലി അങ്ങനെയുള്ള ഭൗതികപരമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്സിൽ നിന്നൊക്കെയും നിങ്ങൾ വിട്ടു വന്നിട്ടുണ്ടായിരിക്കണം. അതുവരെ നിങ്ങൾ നിന്ന ബന്ധങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം. അതുവരെ തുടർന്നു പോന്നിരുന്ന ഒരു ജോലിയിൽ നിന്ന് പോലും നിങ്ങൾ മാറ്റപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതൊക്കെയും ഈ ഒരു ആത്മീയ പാതയുടെ ഭാഗമാണ്. ഇതെപ്പോഴാണ് മുക്തി അല്ലെങ്കിൽ മോക്ഷം എന്ന ഒരു പദത്തിലേക്ക് എത്തുന്നത്? അത് വളരെ പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമല്ല. ആദ്യം നമ്മുടെ ഭൗതിക ചുറ്റുപാടുകളിൽ നിന്ന് മാറ്റപ്പെട്ട് ആത്മീയ പാതയിലേക്ക് വരുന്നു. അവിടെ നിന്നുമാണ് ഒരു മുക്തി അല്ലെങ്കിൽ മോക്ഷം എന്ന ഒരു പദത്തിലേക്ക് എത്തുന്നത്. മുക്തി സംഭവിക്കുന്നത് നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ തന്നെയാണ്. അതായത് നമ്മുടെ ചുറ്റിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചാലും, എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടായാലും അവിടെയൊന്നും ദൈവവിശ്വാസം നഷ്ടപ്പെടാതെ, നമ്മുടെ സമചിത്തത നഷ്ടപ്പെടാതെ, വളരെ സംയമനത്തോടു കൂടി ക്ഷമയോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. അവിടെ എന്തൊക്കെ സംഭവിച്ചാലും ഈശ്വരൻ നമ്മളെ സേവ് ചെയ്യാനായിട്ടുണ്ട്. ഈശ്വരൻ്റെ ഹിതപ്രകാരമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, ഇനി അങ്ങോട്ടും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള വളരെ ഒരു ബോധ്യം വന്നൊരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ടായിരിക്കും. ആ ഒരു വ്യക്തിക്ക് അവിടെ മുക്തി ലഭിക്കുകയാണ്. ഈ ഭൗതികമായ ലോകത്ത് നിന്ന് മുക്തി ലഭിക്കുകയാണ്. ഈശ്വരനിലേക്ക് കൂടുതൽ കൂടുതൽ ആഴത്തിൽ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. പിന്നീട് അങ്ങോട്ടേക്കുള്ള യാത്രയിൽ ഒരു ആത്മശുദ്ധീകരണമാണ് സംഭവിക്കുന്നത്. ഈ ഒരു ആത്മാവ് ഈ ഒരു ജന്മത്തിലും കഴിഞ്ഞ ജന്മങ്ങളിലുമായി പേറിയിട്ടുള്ള നല്ലതായിട്ടും അല്ലാതെയും ഉള്ള കാര്യങ്ങളുണ്ട്. ഓരോ ജന്മങ്ങളിൽ നമ്മൾ നേടിയ അറിവ്, വിദ്യ, ഇതൊക്കെയും നമ്മുടെ ആത്മാവിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകളുടെ ഒക്കെയും കർമ്മഫലങ്ങൾ അതിലുണ്ട്. ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ പോലും നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകളുടെ ഫലങ്ങളൊക്കെയും ഈ ആത്മാവിൽ നിക്ഷിപ്തമാണ്. അതൊക്കെയും ശുദ്ധീകരണം ചെയ്ത് അതിൻ്റെ ഒരു യാത്രയുണ്ട്. അതിൻ്റെയൊക്കെ അവസാനമാണ് മോക്ഷം എന്നൊരു പദത്തിലേക്ക് എത്തുന്നത്. അതായത് ഈ ആത്മാവ് ശരീരം വെടിയുമ്പോൾ മോക്ഷം നേടി ഭഗവത് സന്നിധിയിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ആദ്യം അതിനുവേണ്ടി നമ്മൾ മുക്തിപദം എത്തേണ്ടതായിട്ടുണ്ട്. അത് ദൈവം തന്നെ നമ്മളെ കൈപിടിച്ച് നടത്തി അവിടേക്ക് എത്തിക്കുന്നതാണ്. നമ്മൾ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ളത്. നമുക്ക് ഒന്നിനോടും ഒരു അമിതമായ ആഗ്രഹമില്ല. എന്നാൽ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നുമുണ്ട്. ഒന്നിനു വേണ്ടിയിട്ടും നമ്മൾ ഉത്കണ്ഠാഭരിതരല്ല. അത്രയധികം ഭയങ്കര ഒരു ക്രേവിങ്സ് ഒന്നിനോടും അങ്ങനെ തോന്നത്തില്ല. അത് വളരെ വലിയൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടും വളരെ കാഠിന്യമേറിയ വഴികളിലൂടെയൊക്കെയും നടക്കേണ്ടതായിട്ട് വരും. അതൊക്കെയും ഈ ഒരു ഈശ്വരപാതയുടെ ഭാഗമാണ്. അതിലൂടെയൊക്കെയും കടന്ന് മുക്തിപഥത്തിലേക്ക് എത്തുവാനും അവിടെ നിന്നും സഞ്ചരിച്ച് നിങ്ങളുടെ ആത്മാവിൻ്റെ മോക്ഷത്തിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ.